ഹായ് ഫ്രണ്ട്സ്, ഞാൻ മബ്രൂക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഫോട്രാക്ക് ടെക്. ഒരു സ്മാർട്ട് വാച്ചാണ് ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നത്. നോയ്സ് എന്ന കമ്പനിയുടെ പൾസ് 4 മാക്സ് എന്ന ഒരു മോഡലാണ് ഇത് നമ്മൾ അൺബോക്സിങ് ചെയ്ത് നോക്കുന്നത്. ഫസ്റ്റ് AI ക്രിയേഷനുള്ള വാച്ച് എന്നൊക്കെയാണ് കമ്പനി ഇത് അവകാശപ്പെട്ടിരിക്കുന്നത്. AI ക്രിയേഷൻ എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് വാച്ച് ഫേസ് ആയിരിക്കാം. ഇനി നമുക്ക് സ്മാർട്ട് വാച്ചും അതിൻ്റെ ഉള്ളിലുള്ള അക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ സാധാരണയായി സ്മാർട്ട് വാച്ചിൽ കാണുന്ന ഒരു മാഗ്നറ്റിക് ചാർജർ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നീട് അതിൻ്റെ കൂടെ വരുന്നത് ബുക്ക് മൈ ഷോയുടെ ഒരു വൗച്ചർ കാർഡും മാനുവലും പിന്നെ ഒരു സ്റ്റിക്കറുമാണ്. ഇത് നോയ്സിൻ്റെ ഒരു സ്റ്റിക്കറാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അത്യാവശ്യം പ്രീമിയം ലുക്കൊക്കെ ഈ സ്മാർട്ട് വാച്ചിനുണ്ട്. ഇത് സിലിക്കൻ്റെ ഒരു സ്ട്രാപ്പാണ് ഇത് തന്നിട്ടുള്ളത്. മെറ്റൽ ബോഡിയാണ്, ബാക്ക് സൈഡ് പ്ലാസ്റ്റിക്കാണ്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓൺ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു QR കോഡ് കിട്ടും. അത് നോയ്സ് ഫിറ്റ് എന്നൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ്. കണക്ട് ചെയ്താലാണ് ഈ ഒരു വോയിസിലേക്ക് വരുള്ളൂ. 1.96 AMOLED ആണ് ഇതിൽ വരുന്നത്. ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ടച്ച് സെൻസും വളരെ നന്നായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ഇതിൽ വരുന്ന ഹെൽത്ത് ആപ്പുകൾ ഹാർട്ട് ബീറ്റ്സ്, ഓക്സിജൻ ലെവല്, സ്റ്റെപ്സ്, നമ്മുടെ സ്ട്രെസ് ലെവല് എന്നിങ്ങനെയുള്ള കുറച്ച് ആപ്പുകളാണ് ഇതിൽ ഹെൽത്ത് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി വരുന്നത്. അത് 100% ആക്യുറേറ്റ് ഒന്നുമല്ല, എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ സ്പോർട്സ് മോഡ് ഒരു 100+ ആക്ടിവിറ്റീസ് ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ വർക്കിംഗ് ക്രൗൺ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാച്ച് ഫേസൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. നല്ല വൃത്തിയുള്ള വാച്ച് ഫേസാണ് ഇതിൽ ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 5-6 അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് നമ്മൾ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. മുകൾ ഭാഗത്തു നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ താഴെ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ബ്രൈറ്റ് കൂട്ടാനുള്ള ഓപ്ഷൻ, സെറ്റിങ്സ്, ടോർച്ച് ലൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്കൊരു ചെറിയ രീതിയിലൊക്കെ നമുക്ക് വെളിച്ചം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഡൈനാമിക് ഐലൻഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് നമ്മൾ ഐഫോണിലൊക്കെ കാണുന്ന മാതിരിയുള്ള നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് മെയിൻ സ്ക്രീനിൽ തന്നെ ചെറിയ രീതിയിൽ കാണാവുന്നൊരു ഓപ്ഷനാണ്. അതൊരു വ്യത്യസ്തമായൊരു കാര്യമാണ് ഈ സ്മാർട്ട് വാച്ചിലെന്ന് എനിക്ക് തോന്നി. ഇതിൽ നോയ്സ് ബസ് എന്ന ഓപ്ഷനിലാണ് നമുക്ക് കോളിംഗ് ഫീച്ചർ വരുന്നത്. കോളിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൈക്കും സ്പീക്കറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ കണക്ടിവിറ്റി ഇഷ്യൂ ഇടയ്ക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ ബ്ലൂടൂത്ത് എപ്പോഴും കണക്റ്റായി കിടന്നാൽ പോലും ചില സമയങ്ങളിൽ കണക്ടിവിറ്റി ഇല്ലാത്ത ഒരു രീതി വരുന്നുണ്ട്. അത് ചിലപ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നു.
ഇതിൻ്റെ മ്യൂസിക് ആപ്പിൽ നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിൻ്റെ സ്പീക്കറിൽ നമുക്ക് മ്യൂസിക് കേൾക്കാൻ സാധിക്കുന്നതല്ല. ഇതിൽ 4 തരം ഗെയിംസുകളാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഗെയിംസ് ആണെങ്കിലും അത്യാവശ്യം ഒരു ടൈം പാസ്സൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടും. ഇതിൽ സാധാരണ കാണാറുള്ള പോലെ കാൽക്കുലേറ്റർ, ക്ലോക്ക്, വെതർ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം ഉണ്ട്. പിന്നെ ഇതിൽ പുതിയതായിട്ട് ഒരു ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ചാറ്റ് GPT എന്ന ഒരു സെർച്ചിങ് സോഫ്റ്റ്വെയറാണ്. അതായത് നമുക്ക് AI സെർച്ചിങ്, അതായത് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് AIയോട് ചോദിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നതാണ്. അത് ഈ വാട്സപ്പിലൊക്കെ വാട്സപ്പിൽ മെറ്റയില്ലേ, മെറ്റ AI അതേമാതിരി തന്നെയാണ്. നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പക്ഷേ കണക്ടിവിറ്റി ഇഷ്യൂ വരുന്നുണ്ട് അപ്പോഴും. അതായത് നമ്മുടെ ആപ്പ്, അതായത് നോയ്സ് ഫിറ്റ് എന്നുള്ള മൊബൈലുള്ള ആപ്പ് ഓപ്പൺ ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കണക്ടിവിറ്റി ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്സുകളുടെ ലൈവ് അപ്ഡേറ്റും ഇതിലവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലത് തന്നെയാണ്. പക്ഷേ സത്യം പറയാലോ, ഞാൻ ആദ്യം മേടിച്ച പീസ് ഒരു ഡിസ്പ്ലേയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് റീപ്ലേസ് ചെയ്ത് കിട്ടിയ ഐറ്റത്തിലും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതൊരു ബൂട്ടിങ് ഇഷ്യൂ കാണിച്ചിരുന്നു. ബൂട്ടിങ്ങിൽ നേരെ കമാൻഡ് പ്രോംപ്റ്റിലോട്ടാണ്, അതായത് ടെസ്റ്റ് മെനു മാത്രമായിട്ട് വരുന്നത്, വോയിസിലോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അതും ഇഷ്യൂ ആയിരുന്നു. ഇങ്ങനെയാണ് AI ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ളത് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അതനുസരിച്ച് ഞാനിപ്പോൾ റെഡ് കാർ പറഞ്ഞപ്പോൾ അവർ റെഡ് കാറിൻ്റെ ഒരു വാൾപേപ്പറാണ് എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റായിട്ട് ചെയ്തിട്ട് നമുക്കത് അതിൻ്റെ വാച്ച് ഫേസ് നമുക്ക് മാറ്റാൻ പറ്റും. ഇതാണെന്ന് തോന്നുന്നു ഇവർ ഇന്ത്യാസ് ഫസ്റ്റ് AI ക്രിയേഷൻ എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല വീഡിയോയിൽ വരാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് മബ്രൂക്ക്.